ഹലോ എവരിവൺ, ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. പലരും ചോദിക്കുകയും എൻക്വയറി ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു വീഡിയോ. വേറൊന്നുമല്ല, അയർലൻഡിലെ കെയർ വിസയെ പറ്റിയിട്ടാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മറുപടി യെസ്, ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇഫ് ദ എംപ്ലോയർ ഈസ് റെഡി ടു ഓഫർ എ ജോബ് ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഈസ് റെഡി ടു ഇഷ്യൂ എ വർക്ക് പെർമിറ്റ്. അതായത് നിങ്ങൾക്കൊരു എംപ്ലോയറെ കിട്ടുകയും ആ എംപ്ലോയർ നിങ്ങൾക്കൊരു ജോബ് തരികയും അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എൻ്റർപ്രൈസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ കൺട്രിയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് അവിടെ സെറ്റിൽ ആവണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ അയർലൻഡിലെ കെയർ വിസയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ വർക്ക് പെർമിറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് പെർമിറ്റുകളിൽ തന്നെ തുടങ്ങാം. ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 9 ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് 3 ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റുകളെ പറ്റിയിട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ critical employment permit, critical skill employment permit. Second one general employment permit. Third one spouse or dependent work permit. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അയർലൻഡിലെ കെയർ വിസയെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വർക്ക് പെർമിറ്റിനെ പറ്റിയിട്ട് ആദ്യം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ സ്കിൽ വിസ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊരു കൺട്രി ആണെങ്കിലും അവർ ആ കൺട്രിയിലേക്ക് പുറത്തു നിന്ന് ഒരാളെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ അവർ ചില ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അവരുടെ ഓക്യുപ്പേഷൻ, ഏതെങ്കിലും ഒരു ഓക്യുപ്പേഷനകത്ത് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ ഷോർട്ടേജിനകത്ത് അവർ ഷോർട്ടേജ് നികത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു വിസയാണ് ക്രിട്ടിക്കൽ സ്കിൽ വിസ പെർമിറ്റ് എന്ന് പറയുന്നത്. ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസിനെ അവരൊരു ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷണൽ ലിസ്റ്റിനകത്താണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷണൽ ലിസ്റ്റിനകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നേഴ്സസ് ആണ്. നേഴ്സസിനെ അവർ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിനകത്താണ് പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ്, എൻജിനീയേഴ്സ്, അവരെ വെബ് ഡിസൈനേഴ്സ്, പ്രോഗ്രാം ഡിസൈനേഴ്സ്, അങ്ങനെയുള്ള വിഭാഗക്കാർ, അതുപോലെ റേഡിയോഗ്രാഫേഴ്സ്, ഡയറ്റീഷ്യൻ, സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരെയും ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിനകത്താണ് പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷണൽ ലിസ്റ്റിനകത്ത് പെടുത്തിയിരിക്കുന്നവർക്ക് കൊടുക്കുന്ന വിസയാണ് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇതവർക്ക് 2 ഇയേഴ്സിനാണ്. അതായത് ഇതൊരു ഗ്രീൻ കാർഡ് ടൈപ്പ് ഓഫ് പെർമിറ്റ് എന്ന് പറയാം. അവർക്ക് 2 ഇയേഴ്സിനാണ് ഈ പെർമിറ്റ് കൊടുക്കുന്നത്. അതായത് ഇവർ വരുന്നത് സ്റ്റാമ്പ് 1 എന്ന് പറയുന്ന വിസയിലാണ്. ഈ സ്റ്റാമ്പ് 1 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്കത് സ്റ്റാമ്പ് 4 ആയിട്ട് മാറ്റി കിട്ടുകയാണ്. അതായത് ഇവിടുത്തെ റെസിഡൻസി ആയിട്ട് മാറ്റി കിട്ടുകയാണ് ചെയ്യുന്നത് സ്റ്റാമ്പ് 4. അവർക്ക് തന്നെ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് ജനറൽ വർക്ക് പെർമിറ്റ്. ഈ ജനറൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതും കൊടുക്കുന്നത് 2 ഇയേഴ്സിനായിട്ടാണ് കൊടുക്കുന്നത്. സ്റ്റാമ്പ് 1 വരുന്നത്. ഈ സ്റ്റാമ്പ് 1 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതവർക്ക് റിന്യൂ ചെയ്ത് 3 ഇയേഴ്സിന് നിൽക്കാം. ആ 3 ഇയേഴ്സ് കഴിഞ്ഞ് വീണ്ടും അവർക്ക് 5 ഇയേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇവിടുത്തെ സ്റ്റാമ്പ് 4 വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ് ജനറൽ വർക്ക് പെർമിറ്റ്. ഈ ജനറൽ വർക്ക് പെർമിറ്റ് വരുന്നതാണ് ഈ നമ്മുടെ കെയർ വിസ എന്ന് പറയുന്നത് ജനറൽ വർക്ക് പെർമിറ്റിനകത്ത് വരുന്നതാണ്. മൂന്നാമത്തേത് ഡിപ്പെൻഡൻറ്റ് ഓർ സ്പൗസ് വർക്ക് പെർമിറ്റ് ആണ്. സ്പൗസ് എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ സ്കിൽ വിസ പെർമിറ്റിൽ വരുന്ന ആളുടെ സ്പൗസിന് കൊടുക്കുന്ന പെർമിറ്റാണ് ഡിപ്പെൻഡൻറ്റ് ഓർ സ്പൗസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവരത് സ്റ്റാമ്പ് 3 ഈ സ്പൗസിൻ്റെ സ്റ്റാമ്പ്. അത് പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവർക്ക് ജോബ് കിട്ടുകയാണെങ്കിൽ, അവർക്കൊരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ
അവർക്കത് സ്റ്റാമ്പ് 1 ആയിട്ട് ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് സ്പൗസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അവരുടെ സ്റ്റാമ്പ് മാറി സ്റ്റാമ്പ് 1 ആകും. ഈ സ്റ്റാമ്പ് 1 പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ഈ ക്രിട്ടിക്കൽ സ്കില്ലുകാരുടെ പോലെ തന്നെ 2 ഇയേഴ്സ് കഴിഞ്ഞ ശേഷം അത് സ്റ്റാമ്പ് 4 റെസിഡൻസി സ്റ്റാമ്പ് ആവും. അത് കഴിഞ്ഞ് 5 ഇയേഴ്സ് കഴിയുമ്പോൾ അവർക്ക് നാച്ചുറലൈസേഷന് വേണ്ടിയിട്ട്, അതായത് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ് സ്പൗസ് ഓർ ഡിപ്പെൻഡൻറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വർക്ക് പെർമിറ്റുകളെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അയർലൻഡിലെ കെയർ വിസയെ പറ്റി പറയാം. അയർലൻഡിലെ കെയർ വിസ, അതായത് ഈ കെയർ അസിസ്റ്റൻറ്റ് ജോബ് എന്നുള്ളത് അത് നേരത്തെ ഇന്നെലിജിബിൾ ഒക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് പെടുത്തിയിരുന്നതാണ്. ഇന്നെലിജിബിൾ ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും കൺട്രിക്ക് പുറത്ത് നിന്ന് ഒരാളെ ഒക്യുപ്പേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് അവർക്ക് ഷോർട്ടേജ് ഒത്തിരിയായിട്ട്, ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഷോർട്ടേജ് ഒത്തിരി ഉണ്ടാകുകയുണ്ടായി. അതായത് നേഴ്സസിനാണെങ്കിലും ഈ കെയറേഴ്സിനാണെങ്കിലും ഒത്തിരി ഷോർട്ടേജ് വന്നു. ആ സമയത്താണ് ഇവർ പിന്നെ ഈ കെയറേഴ്സിനെ പുറത്തെ കൺട്രിയിൽ നിന്ന് എടുക്കാം, അതായത് യൂറോപ്യൻ യൂണിയന് പുറത്ത് നിന്ന് എടുക്കാം എന്നുള്ളൊരു വ്യവസ്ഥ വന്നത്. അപ്പോൾ ഈ ലോ വന്നിട്ട് അധികം നാളായിട്ടില്ല. ജൂൺ 2021 ആണ് ഈ ലോ വന്നത്, കെയറേഴ്സിന് ജനറൽ പെർമിറ്റിൽ വരാമെന്നുള്ളത്. അതും അയർലൻഡിലെ ഗവൺമെൻറ്റിലേക്ക് കെയറേഴ്സിന് എടുക്കാൻ പറ്റില്ല. അവരൊരു വേവിയർ കൊടുത്തിരിക്കുന്നതാണ്. പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലേക്കാണ് ഈ കെയറേഴ്സിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ ജൂണിലാണ് ഈ ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ ആരും കെയറർ വിസയിൽ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം അതിന് കുറച്ച് നൂലാമാലകളുണ്ട്. ഈ അയർലൻഡിൽ ഈ കെയറർ വിസ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ എംപ്ലോയർക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതായത് അവർ പറയുന്നത്, അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ്, ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിൽ 50%, അതായത് 50% യൂറോപ്യൻ യൂണിയൻ എന്നുള്ളവരും 50% ആണ് നമുക്ക് പുറത്തുനിന്ന് എടുക്കാനും പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിനൊരു വേവിയർ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഷോർട്ടേജാണ്, കെയറേഴ്സിന് ഒത്തിരി ഷോർട്ടേജാണ്, അവർക്ക് വേറെ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എടുക്കാം എന്നുള്ളൊരു വേവിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയർക്ക് കുറച്ച് ചിലവുള്ള പരിപാടിയാണ്. അതായത് ഈ എംപ്ലോയർ ജോബ് അഡ്വർടൈസ് ചെയ്യണം. ഒരു 28 days എങ്കിലും ജോബ് അഡ്വർടൈസ് ചെയ്ത് അവരുടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവർക്ക് ആരെയും എടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ പിന്നീട് ഈ പുറത്തുനിന്നുള്ള ഒരാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ എംപ്ലോയ്മെൻറ്റ് സർവീസിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന്, അതായത് ജനറൽ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ ഈ ജനറൽ വർക്ക് പെർമിറ്റിന് വേണ്ടി വരുന്ന പൈസ എന്ന് പറയുന്നത് ഒരു 1000 യൂറോയാണ് അവർക്ക് വരുന്ന ചിലവ്. അപ്പോൾ ഈ 1000 യൂറോ, അതുപോലെ തന്നെ അഡ്വർടൈസ് ചെയ്യാനുള്ള ചിലവ്, ഇങ്ങനെയുള്ള കുറച്ച് നൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് മിക്കവാറും ഉള്ള എംപ്ലോയേഴ്സ് ഒന്നും അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. പക്ഷേ ഈയിടെ ഞാൻ കേട്ടത് കുറച്ച് എംപ്ലോയേഴ്സ് അതിന് വേണ്ടിയിട്ട്, കാരണം ഇത്രയും അധികം ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആളുകളെ കിട്ടാത്തത് കൊണ്ടും കുറച്ച് എംപ്ലോയേഴ്സ് ഇപ്പോൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. കാരണം മിനിമം വേജസ്, അതായത് ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന ഒരാളുടെ മിനിമം വേജസ് ആനുവൽ സാലറി എന്ന് പറയുന്നത് 27,000 യൂറോ കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ ക്രിട്ടിക്കൽ സ്കിൽ വിസയിലാണെങ്കിൽ അത് 32,000 യൂറോയാണ് മിനിമം ആനുവൽ സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 27,000 യൂറോ എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ കെയറേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് മാക്സിമം ഒക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുവാണെങ്കിൽ അവർ കൂടുതലായിട്ട്, അതായത് ഒരു 13.5 എങ്കിലും കൊടുത്താൽ മാത്രമേ അതൊരു 13.5 to 15 യൂറോ അത്രയെങ്കിലും കൊടുത്താൽ മാത്രമേ അവർക്ക് 27,000 യൂറോ പെർ ആനുവൽ കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് എംപ്ലോയേഴ്സൊക്കെ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. കുറച്ച് വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ വച്ചിരിക്കുന്നത്, അതായത് ഈ കെയറർ വിസയിൽ ഇനി ആർക്കൊക്കെ വരാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ IELTS എഴുതിയിട്ട് കിട്ടാതെ OET എഴുതായിട്ടൊക്കെ കിട്ടാതെ നിൽക്കുന്ന നേഴ്സസ് ഉണ്ടെങ്കിൽ നേഴ്സസിനെ തന്നെയാണ് അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ, ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു 2 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവർ ഈ കെയർ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കെയർ വേക്കൻസി ആയതുകൊണ്ട് തന്നെ അതിന് IELTSൻ്റെയോ OETയുടെയും ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ലാംഗ്വേജ് പ്രൊഫഷൻസി അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ അസസ് ചെയ്യുന്നുണ്ട്.
പിന്നെ വരാൻ പറ്റുന്ന, അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഫീൽഡിലുള്ള ആർക്കും വരാമെന്നുള്ളത് കൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് അതൊക്കെ വന്നിട്ട് ക്രിട്ടിക്കൽ സ്കിൽ വിസയ്ക്കകത്തല്ല സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചാൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വിസയിൽ കൂടെ, കേരള വിസയിൽ കൂടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെയും അതുപോലെ തന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിനെയും കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ കുറേ പേര് എൻക്വയറി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റിനും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റും ഒക്കെ ഈ മെഡിക്കൽ പ്രൊഫഷനകത്ത് വരുന്നതായതുകൊണ്ട് തന്നെ അവർക്കും ഈ അയർലൻഡിൽ കെയർ വിസ എന്നുള്ളൊരു വിസ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ ഇങ്ങനെയുള്ള പ്രൊഫഷൻസിലെല്ലാം തന്നെ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു രജിസ്ട്രേഷൻ ബോർഡ് ഉണ്ട്. അതായത് കോറു എന്നാണ് പറയുന്നത്. കോറു, CORU, കോറു എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ രജിസ്ട്രേഷൻ ബോർഡ്, ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ പ്രൊഫഷണൽസ് കൗൺസിൽ ആൻഡ് രജിസ്ട്രേഷൻ ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു രജിസ്ട്രേഷൻ, അവരുടെ ക്വാളിഫിക്കേഷൻസ് അസസ് ചെയ്യുന്ന രജിസ്ട്രേഷൻ ബോർഡാണ്. അതിനകത്തുള്ള അസസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ടോ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റായിട്ടോ ഡയറ്റീഷ്യനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ചാൻസ് ആണെന്ന് മാത്രം. ഇതുവഴി കൂടെ കേരള വിസയിൽ വന്ന് 5 years കഴിഞ്ഞ് കഴിയുമ്പോൾ റെസിഡൻസി കിട്ടി. അതുവഴിക്ക് പിന്നെ അവർക്ക് അതുപോലെ തന്നെ IELTSഉം OETയും ഒക്കെ എഴുതാനുള്ള, അതായത് നഴ്സസിനാണെങ്കിലും ഇവിടെ വന്ന് നിന്ന് IELTSഉം OETയും ഒക്കെ കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു ചാൻസിൽ ഇവിടെ വന്ന് നിന്ന് കുറച്ചും കൂടി അവരുടെ ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് OETയോ അല്ലെങ്കിൽ IELTSോ എഴുതിയെടുത്ത് നഴ്സസായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ ഈ ഒരു കെയർ വിസ ഇപ്പം എല്ലാവർക്കും തന്നെ വരാനായിട്ട്, കാരണം ഒത്തിരി പേരായിരിക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇതുപോലൊരു ചാൻസിന് വേണ്ടി എത്ര പേരാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന എംപ്ലോയർ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അത് നിങ്ങളൊരു നേഴ്സ് പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് നേഴ്സസിൻ്റെ വേക്കൻസീസും ഫില്ല് ചെയ്യാനുള്ളത് കൊണ്ട് അവർ OETക്കൊക്കെ അവർ തന്നെ ചിലപ്പോൾ അവർ ചിലവ് വഹിച്ച് നിങ്ങളെ OETക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള എംപ്ലോയേഴ്സും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എംപ്ലോയേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് ഡ്രോബാക്സ് ഞാൻ പറയാം. അതായത് ഈ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുമ്പോൾ, നമ്മുടെ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുമ്പോൾ നമ്മളൊരു സ്പൗസിനെ കൊണ്ടുവരികയാണെങ്കിൽ സ്പൗസിന് ഇവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ്, അതായത് സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ തന്നെ 1 year കഴിയാതെ ജനറൽ വർക്ക് പെർമിറ്റുള്ളവർക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ഈ അയർലൻഡിൽ കെയർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ 1 year കഴിയാതെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, സ്പൗസിനെ കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ ഒരു 30,000 അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു 30,000 per year ആനുവൽ സാലറി കിട്ടുന്നുണ്ടെന്ന് കാണിക്കുകയും വേണം. ഇതിപ്പോൾ ഒരു 13.5 ഒക്കെ നിങ്ങൾക്ക് സാലറി കിട്ടുകയാണെങ്കിൽ കൂടുതൽ അവേഴ്സ്, അത് 39 hours അല്ലാതെ ഒരു 48 hours വെച്ചൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് 30,000 euro ആയിട്ട് കാണിക്കാൻ പറ്റും മിക്കവാറും. അപ്പോൾ സ്പൗസിനെ കൊണ്ടുവരാം. പക്ഷേ ക്രിട്ടിക്കൽ സ്കിൽ വിസയിലുള്ള ഒരാളുടെ സ്പൗസിനെ കൊണ്ടുവരാനാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ റീജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ സ്പൗസിന് വർക്ക് ചെയ്യാനും പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻറ്റ് വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ജനറൽ വർക്ക് പെർമിറ്റിനകത്ത് വരുന്ന ആളുടെ സ്പൗസിന് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു എംപ്ലോയർ, ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു എംപ്ലോയർ, ഇപ്പോൾ അവർ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്താൽ വേറൊരു എംപ്ലോയർ അവർക്ക് ജോബ് കൊടുക്കാനായിട്ട് തയ്യാറാവണം. അവർക്ക് ഒരു ജോബ് ഓഫർ കൊടുക്കും. ഇതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എംപ്ലോയേഴ്സ് ഒന്നും, എല്ലാവരും തന്നെ നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ് ആർ യു എലിജിബിൾ ടു വർക്ക് ഇൻ അയർലൻഡ് എന്നുള്ളത്. പിന്നെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള മട്ടിൽ സ്പൗസിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ നമ്മളൊരു 5 years, അതായത് ഈ പറഞ്ഞ പോലെ ജനറൽ വർക്ക് പെർമിറ്റിൽ വന്ന് 2 years കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 3 yearsന് വേണ്ടി റിന്യൂ ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞ് 5 years കഴിഞ്ഞ് കഴിയുമ്പോൾ റെസിഡൻസി കിട്ടും. ആ റെസിഡൻസി കിട്ടിക്കഴിഞ്ഞ് സ്റ്റാമ്പ് 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൗസിനും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ചിലപ്പോൾ എംപ്ലോയർ നമ്മൾക്ക് സ്പൗസിനും ഈ കെയറിൻ്റെ വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഫീറ്റാക് ലെവൽ 5 അത് പറയാൻ വിട്ടുപോയി. നമ്മൾ കെയർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടതാണ് QQI ലെവൽ 5, ഫീറ്റാക് ലെവൽ 5 ക്വാളിഫിക്കേഷനാണ് കെയറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വേണ്ടത്. അത് നമ്മളിവിടെ വന്ന് 2 yearsനുള്ളിലാണ് അത് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അത് അത്ര വലിയ
അതത്ര വലിയ പാടുള്ള ഒരു കോഴ്സല്ല, ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും നഴ്സസിന് അത് വളരെ ഈസി ആയിരിക്കും. അതിനകത്ത് ഓൺലൈനായിട്ടാണ് നമുക്ക് കൂടുതലായിട്ടും ആ കോഴ്സ് ചെയ്യേണ്ടത്. അതിനകത്ത് അസൈൻമെൻറ്റ്സ് ആണ്, കുറേ കൂടുതലും അസൈൻമെൻറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ 2 ഇയേഴ്സിനുള്ളിൽ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഈ QQI എന്നുള്ള കോഴ്സ് ക്വാളിഫിക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതായത് കെയറേഴ്സ്, അതായത് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഓൾഡർ പേഴ്സൺസിനെ വർക്ക് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ കുറേ തിയററ്റിക്കലായിട്ടുള്ള നോളജൊക്കെ കിട്ടുന്ന ഒരു കോഴ്സാണ് QQI ഫിറ്റാക് ലെവൽ 5 എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സ്പൗസും റീജോയിൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ കെയറിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിറ്റാക് ലെവൽ 5 ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ തന്നെ കെയറായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ എംപ്ലോയർ തയ്യാറാവുകയാണ്, ഒരു എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ചിൽഡ്രൻ്റെ കാര്യം, ചിൽഡ്രൻ നിങ്ങൾ കുട്ടികളെയും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്, നമുക്ക് സ്കൂളിൽ വിടുന്നതിനൊക്കെ ഫ്രീ ആണ്. പിന്നെ ചൈൽഡ് ബെനിഫിറ്റ് ഒരു €140 പെർ മന്ത് ഓരോ ചൈൽഡിനും വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട്, പാരൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നല്ലൊരു കാര്യം തന്നെയാണ്. ജനറൽ വർക്ക് പെർമിറ്റിലാണെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 5 ഇയേഴ്സ് കഴിയുമ്പോൾ റെസിഡൻഷിപ്പ് കിട്ടുന്നല്ലേ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിന് റീജോയിൻ ചെയ്യാനായിട്ട് 1 വർഷം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇതിന് വളരെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇതിന് വേണ്ടിയിട്ട് ഒരു അവസരം നോക്കിയിരിക്കുന്നവരാണ്. ഒത്തിരി പേര് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ പല ഏജൻസികളും പല തട്ടിപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയെ കണ്ടുപിടിക്കുക. അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും മേക്ക് ഷുവർ ചെയ്യുക ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഇൻ്റർവ്യൂ വന്നത്, ആ സ്ഥാപനത്തിൻ്റെ പേര്, ആ സ്ഥാപനത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ അയർലൻഡിൽ തന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും അന്വേഷിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അന്വേഷിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം അറിയേണ്ടത്, വർക്ക് പെർമിറ്റ് നമ്മൾ എംപ്ലോയർ മിക്കവാറും സാധാരണ എംപ്ലോയേഴ്സാണ് ഈ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അവർ തന്നെ എംപ്ലോയിനെ എടുക്കുകയാണെങ്കിൽ അവർ തന്നെ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ ചില എംപ്ലോയേഴ്സ് അതിന് തയ്യാറാവില്ല. അപ്പോൾ നമ്മളോട് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് കൂടെ പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്ക് പെർമിറ്റിന് €1000 വർക്ക് പെർമിറ്റിന് വേണ്ടത്. ഈ €1000 നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇൻ കേസ് അവർ അത് ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് നമുക്ക് അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, നമ്മുടെ വർക്ക് പെർമിറ്റ് അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ആ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സെക്ഷൻ അവർ 90% റീഫണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക, 90% റീഫണ്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ആ 90% റീഫണ്ട് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ആരും ചതിക്കുഴിയിലൊന്നും അകപ്പെടാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് അന്വേഷിച്ചിട്ട് പറയാം. അപ്പോൾ ഇനിയും ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് പല ഇൻഫർമേറ്റീവ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.